എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 2026 വിഷു നമ്മെ സംബന്ധിച്ച് കേവലം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് ജ്യോതിഷപരമായി വലിയൊരു വഴിത്തിരിവിന്റെ തുടക്കം കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പല തടസ്സങ്ങൾക്കും മാറ്റം വരാൻ പോകുന്നു. 12 രാശികളെയും സംബന്ധിച്ച് ഒരു പുതിയ ഭാഗ്യചക്രം ഇവിടെ കറങ്ങിത്തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2026 ഏപ്രിൽ മുതൽ 2027 ഏപ്രിൽ വരെയുള്ള ഒരു വർഷത്തെ സമഗ്രമായ വിഷുഫലത്തെ കുറിച്ചാണ്. വെറുതെ ഫലം മാത്രമല്ല പറയുന്നത്, എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന ഗ്രഹനില കൂടി നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. പൊതുവായ ജന്മരാശിയും നക്ഷത്രവും അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ലഗ്നഫലം കൂടി ശ്രദ്ധിക്കുന്നത് കൂടുതൽ കൃത്യത നൽകും. ഈ വർഷം മുഴുവൻ ഐശ്വര്യം നിലനിൽക്കാൻ വീടുകളിൽ നിത്യവും സന്ധ്യാദീപം തെളിയിക്കുന്നതും ഇഷ്ടദൈവങ്ങളെ ഭജിക്കുന്നതും ഉത്തമമാണ്. ഓരോ രാശിക്കാർക്കുമുള്ള പ്രത്യേക പരിഹാരങ്ങൾ ഫലങ്ങൾക്കൊപ്പം പറയുന്നതായിരിക്കും. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. ഈ വിഷുവിന് ശേഷം മേടം രാശിക്കാർക്ക് ശ്രമവും പ്രവർത്തനവും കൂടുതലായ ഒരു കാലഘട്ടം ആരംഭിക്കാം. ലക്ഷ്യങ്ങൾ നേടാൻ സ്വന്തം പരിശ്രമം പ്രധാനമാകും. 3ാം ഭാവത്തിലെ വ്യാഴം നിങ്ങളെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അവസരം. ആശയവിനിമയ മേഖലകളിൽ പുരോഗതി, സ്വന്തം കഴിവുകൾ തെളിയിക്കാൻ അവസരം ഇവയുണ്ടാവുന്നതാണ്. 11ാം ഭാവത്തിലെ രാഹു കാരണം ശനി 12ൽ നിൽക്കുമ്പോഴുള്ള ദോഷങ്ങളെ മറികടക്കാൻ 11ലെ രാഹു സഹായിക്കും. 11ാം ഭാവം ലാഭസ്ഥാനം ആയതിനാൽ ഷെയർ മാർക്കറ്റ്, ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന കമ്മീഷൻ തുകകൾ എന്നിവയിലൂടെ വലിയ ധനലാഭം ഈ വർഷം പ്രതീക്ഷിക്കാം. സമൂഹത്തിലെ ഉയർന്ന വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കും. സാമ്പത്തികമായി ശനി 12ാം ഭാവത്തിൽ ഉള്ളതിനാൽ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായി ചെലവുകൾ വരാം. എന്നാൽ ദീർഘകാല പദ്ധതികൾ നല്ല ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ശനി 12ൽ നിൽക്കുന്നത് വ്യയശനി ആണ്. ഇത് കേവലം പണം ചെലവാകുന്നത് മാത്രമല്ല, അനാവശ്യമായ അലച്ചിലിനും കാരണമാകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി അഥവാ കാർത്തിക ഇവർക്ക് ഈ സമയം അനുകൂലമാണ്. ജന്മനാട്ടിൽ നിൽക്കുന്നവരെക്കാൾ ദൂരദേശങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ശനിദോഷം കുറഞ്ഞേ അനുഭവപ്പെടും. അനാവശ്യ കോടതി കേസുകളോ നിയമപ്രശ്നങ്ങളോ വരാതെ സൂക്ഷിക്കണം. കുടുംബവും ബന്ധങ്ങളും. 5ാം ഭാവത്തിലെ കേതു കാരണം പ്രണയകാര്യങ്ങളിൽ ചെറിയ അകലം അനുഭവപ്പെടാം. വികാരപരമായ കാര്യങ്ങളിൽ ക്ഷമ ആവശ്യമാകും. കുടുംബകാര്യങ്ങളിൽ സാധാരണ നില തുടരുമെങ്കിലും ശാന്തമായ സമീപനം ആവശ്യമാണ്. ആരോഗ്യവും മാനസികാവസ്ഥയും. 12ാം ഭാവത്തിന്റെ സ്വാധീനത്തിൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ അനുഭവപ്പെടാം. ധ്യാനം, പ്രാർത്ഥന, ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഈ വർഷം മേടം രാശിക്കാർക്ക് പരിശ്രമവും പുതിയ ശ്രമങ്ങളും പ്രധാനമായിരിക്കും. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുമ്പോൾ മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ തുറക്കാം. ഇടവം രാശി, കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി. പൊതുഫലം. ഈ വിഷുവിന് ശേഷം ഇടവം രാശിക്കാർക്ക് പുരോഗതിയും നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം തുടങ്ങാം. പുതിയ ലക്ഷ്യങ്ങൾ നേടാനും സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നേടാനും അവസരങ്ങൾ ഉണ്ടാകാം. രാഹു 10ൽ നിൽക്കുന്നത് കർമ്മസിദ്ധി നൽകും. രാഷ്ട്രീയക്കാർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും IT മേഖലയിലുള്ളവർക്കും വമ്പിച്ച ഉയർച്ചയുണ്ടാകും. പുതിയ അധികാര സ്ഥാനങ്ങൾ നിങ്ങളെ തേടിവരും. ബിസിനസ് വിപുലീകരിക്കാൻ ഇതിലും നല്ലൊരു സമയം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പുതിയ ശാഖകൾ തുടങ്ങാനോ വിദേശ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാനോ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. സാമ്പത്തിക വശം. 11ാം ഭാവത്തിലെ ശനി എപ്പോഴും സാമ്പത്തിക ലാഭം നൽകുന്നവനാണ്. മുടങ്ങിപ്പോയ പണം തിരികെ ലഭിക്കും. ലോട്ടറി, ഷെയർ മാർക്കറ്റ്, ചിട്ടി എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. 2ാം ഭാവം ധനസ്ഥാനമാണ്. വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ട് ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. സ്വർണം, വെള്ളി അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാൻ ഈ വർഷം സാധിക്കും. സാമ്പത്തികമായി വളരെ നല്ല വർഷമാണിത്. ശനി ലാഭഭാവത്തിൽ നിൽക്കുന്നതിനാൽ വരുമാനം സ്ഥിരമായി വർദ്ധിക്കും. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകാം. ചെലവുകൾ നിയന്ത്രിക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പുരോഗതി നേടാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അതായത് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുമാതിരിയുള്ളവ. കുടുംബ സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും.
വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകും. കുടുംബത്തിൽ പുതിയൊരു അംഗം വിവാഹം വഴിയോ അല്ലെങ്കിൽ കുട്ടികൾ വഴിയോ വരാൻ സാധ്യതയുണ്ട്. 4ാം ഭാവത്തിലെ കേതു വീട് പുതുക്കി പണിയാനോ വാഹനങ്ങൾ മാറ്റാനോ ഉള്ള ചിന്തകൾ നൽകും. എന്നാൽ മാതാവിന്റെ ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് 4ാം ഭാവത്തിലെ കേതു കാരണം. വീട്ടുവിഷയങ്ങളിൽ ചില മാറ്റങ്ങൾ അനുഭവപ്പെടാം. മാനസികമായി അല്പം അകലം അനുഭവപ്പെടാം. എന്നാൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശാന്തമായ സ്ഥിതി നിലനിൽക്കാൻ സാധ്യതയുണ്ട്. മുതിർന്ന സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വലിയ സഹായങ്ങൾ ഈ വർഷം ലഭിക്കും. ആരോഗ്യവും മാനസികാവസ്ഥയും ശനി 11ൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. എങ്കിലും 4ലെ കേതു ചെറിയ അലർജികളോ നെഞ്ചു സംബന്ധമായ അസ്വസ്ഥതകളോ നൽകിയേക്കാം. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക. ജോലി സംബന്ധമായ സമ്മർദ്ദം ഒഴിവാക്കാൻ വിശ്രമത്തിനും മാനസിക ശാന്തിക്കും ശ്രദ്ധ നൽകണം. ഇടവക്കൂറുകാർക്ക് 12 രാശികളിൽ വെച്ച് ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ് 2026. പരിശ്രമിച്ചാൽ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. പരിശ്രമത്തിനും ദീർഘകാല പദ്ധതികൾക്കും നല്ല ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. ശരിയായ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ പുരോഗതി നേടാം. പരിഹാരമായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. രാശി മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ വിഷുവിന് ശേഷം മിഥുനം രാശിക്കാർക്ക് പുതിയ തുടക്കങ്ങളും വ്യക്തിപരമായ വളർച്ചയും കാണാൻ സാധ്യതയുള്ള ഒരു വർഷമായിരിക്കും. സ്വന്തം തീരുമാനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കാം. 10ലെ ശനി അതായത് കണ്ടകശനി ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടും. കഠിനാധ്വാനം ചെയ്താലും അർഹമായ അംഗീകാരം ലഭിക്കാൻ അല്പം വൈകിയേക്കാം. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കണം. സ്ഥിരത നേടാൻ കഠിന പ്രയത്നം ആവശ്യമായി വരാം. ദീർഘകാല പരിശ്രമത്തിന് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. ശനി സമ്മർദ്ദം തരുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് അത് അതിജീവിക്കാനുള്ള ബുദ്ധിശക്തി നൽകും. പുതിയ ബിസിനസ് ആശയങ്ങൾ തോന്നും. പുതിയ അവസരങ്ങൾ വരും. ആത്മവിശ്വാസം വർദ്ധിക്കും. വ്യക്തിപരമായ വളർച്ചയുണ്ടാകും. ജൂണിന് ശേഷം വ്യാഴം 2ാം ഭാവത്തിൽ വരുന്നത് സാമ്പത്തികമായ പിന്തുണ നൽകുകയും ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവാം. രാഹു 9ലാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഭാഗ്യകരമായ ചില വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം. എന്നാൽ പിതൃതുല്യരായ വ്യക്തികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. സാമ്പത്തിക വശം പണം വരാനുള്ള വഴികൾ തെളിയും. പക്ഷേ 10ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം കാരണം തൊഴിൽപരമായ പുതിയ നിക്ഷേപങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. ജന്മവ്യാഴത്തിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ജൂണിന് ശേഷം ലാഭം പ്രതീക്ഷിക്കാം. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ ഗോചരം കാരണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ധനം സമ്പാദിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. എന്നാൽ ചില തീരുമാനങ്ങളിൽ ശ്രദ്ധയും ആലോചനയും ആവശ്യമാണ്. കുടുംബവും ബന്ധങ്ങളും. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ കണ്ടകശനി മൂലം വരാമെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ സമാധാനം നിലനിൽക്കും. വ്യാഴം 2ാം ഭാവത്തിലേക്ക് മാറുന്നത് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും ഐക്യവും നൽകും. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ 2ാം പകുതി അനുകൂലമാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാതെ ശ്രദ്ധിക്കണം. ധൈര്യപൂർവമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സമയം നിങ്ങളെ പ്രേരിപ്പിക്കും. ചില പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും ആത്മീയമായ കൂടിച്ചേരലുകളിൽ പങ്കെടുക്കാനും സാധിക്കും. 9ാം ഭാവത്തിലെ രാഹു കാരണം ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. ജീവിത ദർശനത്തിൽ മാറ്റങ്ങൾ വരാം. ആരോഗ്യപരമായി ജന്മരാശിയിലെ വ്യാഴത്തിന്റെ സ്വാധീനത്താൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാനസിക ശക്തി കൂടാം. എന്നാൽ ജോലി സമ്മർദ്ദം കാരണം വിശ്രമം ആവശ്യമാണ്. കാലുകൾക്കോ മുട്ടുകൾക്കോ സംബന്ധിച്ച വേദനകൾ ഉണ്ടായേക്കാം. ജോലി സംബന്ധമായ യാത്രകൾ നിങ്ങളെ ക്ഷീണിപ്പിച്ചേക്കാം. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. കാരണം ശരീരഭാരം കൂടാനോ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്കോ സാധ്യതകളുണ്ട്. വ്യായാമവും പ്രാർത്ഥനയും ശീലമാക്കുന്നത് വഴി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും. ഈ വർഷം മിഥുനം രാശിക്കാർക്ക് വ്യക്തിപരമായ വളർച്ചയും പുതിയ അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കും.
ധൈര്യത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ നേടാം. വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം നിങ്ങളെ ഏതൊരു വലിയ തടസ്സത്തിൽ നിന്നും സംരക്ഷിക്കും. ലക്ഷ്യബോധത്തോടെ മുന്നേറിയാൽ വിജയം നിങ്ങളുടേതാണ്. പരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടായി നൽകുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഐശ്വര്യം നൽകും. പച്ച വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കർക്കിടകം രാശി. പുണർദം കാൽ, പൂയം, ആയില്യം. ഈ വിഷുവിന് ശേഷം കർക്കിടകം രാശിക്കാർക്ക് ആന്തരിക മാറ്റങ്ങളും ആത്മപരിശോധനയും കൂടുതലാകുന്ന ഒരു കാലഘട്ടം ആയിരിക്കാം. ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ പുതിയ ദിശകൾ തേടാനുള്ള പ്രവണത ഉണ്ടാകാം. ഭാഗ്യസ്ഥാനത്തെ ശനി വിദേശയാത്രകൾക്കും ദൂരദേശങ്ങളിൽ നിന്നുള്ള ജോലി വാഗ്ദാനങ്ങൾക്കും വഴിതെളിക്കും. കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം പതുക്കെയാണെങ്കിലും നിങ്ങളെ തേടിവരും. കഠിന പരിശ്രമം ആവശ്യമായി വരാം. അഷ്ടമരാഹുവിന്റെ സ്വാധീനമുണ്ട്. ജോലിസ്ഥലത്ത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരാം. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകളിൽ ചില തടസ്സങ്ങളോ കണക്കുകളിൽ പിശകോ വരുത്താൻ സാധ്യതയുണ്ട്. ആരെങ്കിലും പണം കടം ചോദിച്ചാൽ ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. രഹസ്യ ശത്രുക്കളുടെ ശല്യം ഉണ്ടായേക്കാം എന്നതിനാൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഔദ്യോഗിക രേഖകളിൽ ഒപ്പിടുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. ജൂൺ മാസത്തിന് ശേഷം വ്യാഴം ജന്മരാശിയിൽ എത്തുന്നതോടെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. കേതു ധനസ്ഥാനത്ത് 2-ൽ നിൽക്കുന്നതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണം. അനാവശ്യ ചെലവുകൾ വന്നുചേരാം. ജൂണിന് മുൻപ് വ്യാഴം 12-ൽ നിൽക്കുന്നതിനാൽ വീട് വാങ്ങാനോ വിദേശയാത്രയ്ക്കോ ആയി പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ ജൂണിന് ശേഷം വ്യാഴം ജന്മരാശിയിൽ എത്തുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം ലഭിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാകും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കാനുള്ള സാധ്യത ശനി 9-ൽ നിൽക്കുന്നതിനാൽ തള്ളിക്കളയാനാവില്ല. കുടുംബവും ബന്ധങ്ങളും. 2-ലെ കേതു സംസാരത്തിൽ പരുഷത വരുത്തുവാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ക്ഷമ പാലിക്കുക. ജൂണിന് ശേഷം ജന്മരാശിയിൽ വ്യാഴം എത്തുന്നതോടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങും. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ ഈ സമയം അനുകൂലമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ പുരോഗതി ജൂണിന് ശേഷം പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. അലർജി, ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ മിതത്വം പാലിക്കുക. ജൂണിന് ശേഷം വ്യാഴം ജന്മരാശിയിൽ എത്തുന്നതോടെ മാനസികമായ ഭാരങ്ങൾ ഒഴിയും. കൂടുതൽ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും കൈവരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും ഈ വർഷം ഇടയാക്കും. ഈ വർഷം കർക്കിടകം രാശിക്കാർക്ക് ആത്മപരിശോധനയും ജീവിതത്തിൽ പുതിയ ദിശകൾ കണ്ടെത്താനുള്ള അവസരങ്ങളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ക്ഷമയോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോയാൽ മാറ്റങ്ങൾ നല്ല ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. അഷ്ടമരാഹുവും ശനി 9-ലും നിൽക്കുന്ന ഈ വർഷം ഒരു റോക്കറ്റ് പോലെ ഉയരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ അതിന് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. ജൂണിന് ശേഷം വ്യാഴം നിങ്ങളെ കാക്കും. പരിഹാരമാർഗങ്ങൾ. രാഹുദോഷ പരിഹാരത്തിനായി നാഗരാജാവിന് 100 പാലും സമർപ്പിക്കുക. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്നത് ശനിദോഷ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം. ഈ വിഷുവിന് ശേഷം ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങളും ആത്മപരിശോധനയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ആയിരിക്കാം. സ്വന്തം തീരുമാനങ്ങളിലും ജീവിത ദിശയിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയം ആയേക്കാം. അഷ്ടമശനിയുടെ സ്വാധീനത്താൽ ചില കാര്യങ്ങളിൽ വൈകിപ്പോകൽ, കൂടുതൽ ക്ഷമയും സ്ഥിരതയും ആവശ്യമായ സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ജോലിയിൽ അലച്ചിലും സ്ഥാനചലനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്കും കാരണമാകാം. സുഹൃത്തുക്കളുടെയും കൂട്ടായ്മകളുടെയും സഹായങ്ങൾ ലഭിക്കാം. പുതിയ ബിസിനസ് തുടങ്ങുന്നവർ പണം നിക്ഷേപിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. 12-ാം ഭാവം വ്യയസ്ഥാനം ആണ്. അവിടെ വ്യാഴം എത്തുന്നതോടെ ശുഭകാര്യങ്ങൾക്കായി, അതായത് വീട് പണി അല്ലെങ്കിൽ തീർത്ഥാടനം, ധാരാളം പണം ചിലവാക്കേണ്ടി വരും. വരുമാനത്തിൽ പുരോഗതി ഉണ്ടാകാം.
എന്നാൽ ചില അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. വരുമാനം ഉണ്ടാകുമെങ്കിലും കയ്യിൽ പണം നിൽക്കാൻ പ്രയാസമായിരിക്കും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വർഷം ഒഴിവാക്കുക. ദീർഘകാല പദ്ധതികൾക്ക് അനുകൂലമായ സമയമാണ്. കുടുംബ ബന്ധങ്ങളിൽ ചില മാറ്റങ്ങൾ കണ്ടേക്കാം. പങ്കാളിത്ത കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. 7-ലെ രാഹുവും 8-ലെ ശനിയും ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യപ്പെടുന്നു. പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ വരാതെ നോക്കണം. ജന്മരാശിയിലെ കേതു കാരണം മാനസികമായി ഒരുതരം ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടേക്കാം. ആത്മീയ കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിയുന്നത് സമാധാനം നൽകും. ആരോഗ്യപരമായി അഷ്ടമശനി ഉള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കാലുകൾക്കോ നട്ടെല്ലിനോ സംബന്ധമായ വേദനകൾ ശ്രദ്ധിക്കണം. ധ്യാനവും യോഗയും ശീലിക്കുന്നത് വഴി ഏകാഗ്രത നിലനിർത്താൻ സാധിക്കും. അനാവശ്യ ഉത്കണ്ഠകൾ ഒഴിവാക്കുക. ചിങ്ങക്കൂറുകാർക്ക് പരീക്ഷണങ്ങൾ നിറഞ്ഞ വർഷമാണിത്. ഈ വർഷം ചിങ്ങം രാശിക്കാർക്ക് മാറ്റങ്ങളും പുതിയ തിരിച്ചറിവുകളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ നല്ല നേട്ടങ്ങൾ നേടാൻ കഴിയും. വ്യാഴം 12-ൽ നിൽക്കുന്നത് ആത്മീയമായ ഉണർവിനും ദൂരയാത്രകൾക്കും സഹായിക്കും. പരിഹാരങ്ങളായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക. ദിവസവും ശിവഭജനം നടത്തുന്നത് മാനസിക ബലം നൽകും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഈ വിഷുവിന് ശേഷം കന്നിരാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കൂടുകയും ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വരികയും ചെയ്യാം. പരിശ്രമവും സ്ഥിരതയും പുലർത്തിയാൽ മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. രാഹു 6-ാം ഭാവത്തിലാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന എതിരാളികൾ സ്വയം ഇല്ലാതാകും. മത്സര പരീക്ഷകളിൽ വമ്പിച്ച വിജയം ഈ വർഷം പ്രതീക്ഷിക്കാം. ബിസിനസ് പാർട്ട്നേഴ്സുമായി ചെറിയ തർക്കങ്ങൾ വരാം. സഹപ്രവർത്തകരുമായി സഹകരണം പ്രധാനമാണ്. പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കണം. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ജൂണിന് ശേഷം നല്ല അവസരങ്ങൾ ലഭിക്കും. ജൂണിന് ശേഷം വ്യാഴം ലാഭസ്ഥാനത്ത് എത്തുന്നതോടെ കരിയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. പ്രമോഷനും ശമ്പള വർധനയും പ്രതീക്ഷിക്കാം. സാമ്പത്തിക വശം നോക്കാം. വർഷത്തിന്റെ 2-ാം പകുതി സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. വരുമാനം വർദ്ധിക്കും. അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട്. 11-ലെ വ്യാഴം സാമ്പത്തികമായി നിങ്ങളെ അതീവ ശക്തനാക്കും. മുടങ്ങിപ്പോയ പണം തിരികെ ലഭിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. 12-ലെ കേതു കാരണം ആത്മീയ കാര്യങ്ങൾക്കോ ദൂരയാത്രകൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ ചിട്ടികളിലോ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂണിന് ശേഷമുള്ള സമയം അതീവ ശുഭകരമാണ്. കുടുംബ ബന്ധങ്ങൾ. 7-ലെ ശനി പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ചെറിയ അകലം ഉണ്ടാക്കാം. പരസ്പര വിശ്വാസം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. 7-ാം ഭാവത്തിലെ കണ്ടകശനി ദാമ്പത്യ ബന്ധങ്ങളിൽ പരീക്ഷണം നൽകും. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. തുറന്ന സംഭാഷണവും പങ്കാളിയോടുള്ള ആദരവും ഈ വർഷം വളരെ പ്രധാനമാണ്. ജൂണിന് ശേഷം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂണിന് ശേഷമുള്ള വ്യാഴമാറ്റം അവിവാഹിതർക്ക് വിവാഹയോഗം നൽകും. തടസ്സങ്ങൾ നീങ്ങി മംഗളകർമ്മങ്ങൾ നടക്കും. മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വലിയ പിന്തുണയും സ്നേഹവും ഈ വർഷം ലഭിക്കും. ആരോഗ്യപരമായി രാഹു 6-ൽ നിൽക്കുന്നതുകൊണ്ട് മാറാരോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. എങ്കിലും ശനി 7-ൽ നിൽക്കുന്നതിനാൽ പങ്കാളിയുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. കണ്ടകശനി കാരണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. 12-ലെ കേതു നിങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കും. തീർത്ഥാടന യാത്രകൾ മനസ്സിന് വലിയ സമാധാനം നൽകും. ഏകാന്തത ഇഷ്ടപ്പെടുമെങ്കിലും വ്യാഴം 11-ൽ വരുന്നത് നിങ്ങളെ കൂടുതൽ സാമൂഹികനാക്കും. കന്യരാശിക്കാർക്ക് 2026-ലെ 2-ാം പകുതി ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായിരിക്കും. ശനി തടസ്സങ്ങൾ വെക്കുമെങ്കിലും 11-ലെ വ്യാഴവും 6-ലെ രാഹുവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഈ വർഷം കന്യരാശിക്കാർക്ക് പരിശ്രമവും ഉത്തരവാദിത്തവും കൂടുതലുള്ള കാലഘട്ടമായിരിക്കാം. ശരിയായ ശ്രമവും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ നല്ല നേട്ടങ്ങൾ നേടാൻ കഴിയും.
പരിഹാരമായി ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പുഷ്പാഞ്ജലി കഴിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് കണ്ടകശനിദോഷം കുറയ്ക്കും. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. തുലാം രാശി. ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ. ഈ വിഷുവിന് ശേഷം തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ പുരോഗതിയും പുതിയ അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കാം. പരിശ്രമവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വ്യാഴം 9 നിൽക്കുന്ന ആദ്യ പകുതി ഭാഗ്യപുഷ്ടിക്കും 10 മാറുന്ന രണ്ടാം പകുതി കർമ്മപുഷ്ടിക്കും കാരണമാകും. 6 ഭാവത്തിലെ ശനി നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അജയ്യമായ കരുത്ത് നൽകും. ശത്രുക്കളെയും എതിരാളികളെയും നിഷ്പ്രഭരാക്കാൻ സാധിക്കും. കോടതി കേസുകളോ തർക്കങ്ങളോ നിലവിലുണ്ടെങ്കിൽ വിജയം നിങ്ങളുടേതാകും. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം എത്തുന്നതോടെ തൊഴിലിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. പ്രമോഷൻ, വിദേശയാത്രകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ പഠനങ്ങൾക്കും പരിശീലനങ്ങൾക്കും അവസരം ലഭിക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ലാഭങ്ങൾ നൽകും. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഈ സമയം അനുകൂലമാണ്. സാമ്പത്തിക വശം നോക്കാം. 11 കേതുവും 6 ശനിയും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഭാഗ്യം വഴി പണം തേടിവരും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പുതിയ ഭൂമി വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ ഈ വർഷം സാധിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവെ നല്ലതായിരിക്കും. കടങ്ങൾ തീർക്കാൻ കഴിയും. ജൂണിന് ശേഷം തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകും. പുതിയ നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. ചില സുഹൃത്തുക്കളുമായി അകലം അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബ ബന്ധങ്ങൾ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. മുതിർന്നവരുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും. ദീർഘദൂര യാത്രകളിലൂടെ ബന്ധങ്ങൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. 5 രാഹു സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം ആശങ്കകൾ നൽകിയേക്കാം. അവരുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പ്രണയിക്കുന്നവർക്ക് ചില തെറ്റിദ്ധാരണകൾ വരാമെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ അവ പരിഹരിക്കപ്പെടും. ആരോഗ്യപരമായി 6 ശനി ആരോഗ്യപരമായ പുരോഗതി നൽകും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. എങ്കിലും രാഹു 5 നിൽക്കുന്നതിനാൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ വരാതെ നോക്കണം. വലിയ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ സാധിക്കും. ജൂണിന് ശേഷം ജോലി സംബന്ധമായ യാത്രകൾ വർദ്ധിക്കുന്നത് അല്പം ക്ഷീണമുണ്ടാക്കാം. ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും. ചിട്ടയായ വ്യായാമം നല്ല ഫലം നൽകും. തുലാം രാശിക്കാർക്ക് ഈ വർഷം ഒരു വിജയവർഷമാണ്. ഭാഗ്യം കൂടിയുള്ളതിനാൽ പരിശ്രമങ്ങൾക്കെല്ലാം ഇരട്ടി ഫലം ലഭിക്കും. ഈ വർഷം തുലാം രാശിക്കാർക്ക് പരിശ്രമത്തിനും പഠനത്തിനും അനുയോജ്യമായ ഒരു കാലഘട്ടമായിരിക്കും. ശരിയായ ശ്രമവും ധൈര്യവും ഉണ്ടെങ്കിൽ പല നേട്ടങ്ങളും നേടാൻ കഴിയും. പരിഹാരങ്ങൾക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. രാഹുദോഷ പരിഹാരത്തിനായി നാഗരാജാവിന് 100 പാലും സമർപ്പിക്കുക. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. വൃശ്ചികം രാശി. വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. ഈ വിഷുവിന് ശേഷം വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങളും ആത്മപരിശോധനയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കാം. ചില കാര്യങ്ങളിൽ കൂടുതൽ ആലോചിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. വ്യാഴം ജൂൺ 2 മുതൽ നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇത് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അതിശക്തമായ ഭാഗ്യോദയം നൽകും. കർമ്മസ്ഥാനത്തെ കേതു ജോലിയിൽ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. പെട്ടെന്ന് ജോലി രാജിവെക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കണം. എന്നാൽ ആത്മീയമായോ ഗവേഷണപരമായോ ജോലി ചെയ്യുന്നവർക്ക് വമ്പിച്ച പുരോഗതി ലഭിക്കും. ജൂൺ മാസത്തിന് ശേഷം തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കാനും അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കാനും ഈ വ്യാഴമാറ്റം സഹായിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂണിന് ശേഷമുള്ള സമയം അതീവ ശുഭകരമാണ്. പുതിയ നിക്ഷേപകർ നിങ്ങളെ തേടിവരും. ജൂണിന് ശേഷം 9ാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യത്തിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുകയും തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും. സാമ്പത്തിക വശം നോക്കാം.
വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പണമിടപാടുകളിൽ അതീവ ജാഗ്രത വേണം. എന്നാൽ ജൂണിന് ശേഷം 9 വ്യാഴം ഭാഗ്യം വഴി പണം എത്തിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഭാഗ്യത്തിലൂടെ ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. 4 രാഹു ഗൃഹനിർമ്മാണത്തിനോ വാഹനം വാങ്ങാനോ ഉള്ള ശ്രമങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ തന്നേക്കാം. അതിനാൽ രേഖകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പണം മുടക്കാവൂ. ജൂണിന് ശേഷം ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് മിതമായ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധങ്ങളിൽ 5 ശനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലോ പെരുമാറ്റത്തിലോ ചെറിയ ആശങ്കകൾ നൽകാം. അവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നന്നായിരിക്കും. 4 രാഹു കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ മറ്റോ ഉളവാക്കാം. അമ്മയുടെ ആരോഗ്യത്തിൽ കുറവോ മറ്റോ വരുത്താം. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാം. താമസം മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 9 വ്യാഴം വരുന്നതോടെ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും തിരിച്ചെത്തും. അവിവാഹിതർക്ക് ജൂണിന് ശേഷം വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായി ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ വരാതെ നോക്കണം. ശനി 5 നിൽക്കുന്നത് മനസ്സിന് ചെറിയൊരു അലച്ചിൽ നൽകിയേക്കാം. ജൂണിന് ശേഷം വ്യാഴം 9 വരുന്നത് ആത്മീയമായ വലിയൊരു ഉണർവ് നൽകും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും വേഗത്തിൽ ഫലം ലഭിക്കുന്ന സമയമാണിത്. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറുകാർക്ക് 2026 ജൂൺ വരെ കാത്തിരിപ്പിന്റെ കാലമാണെങ്കിലും ജൂണിന് ശേഷം വലിയ ഭാഗ്യങ്ങൾ തേടിവരും. ഈ വർഷം വൃശ്ചികം രാശിക്കാർക്ക് മാറ്റങ്ങളും പുതിയ തിരിച്ചറിവുകളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ നേടാൻ കഴിയും. പരിഹാര കർമ്മങ്ങൾ: ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം. 2026 വിഷുഫലം വിശകലനം ചെയ്യുമ്പോൾ അല്പം ജാഗ്രതയും അതേസമയം പ്രായോഗികമായ സമീപനവും ആവശ്യമാണ്. കണ്ടകശനിയും വ്യാഴത്തിന്റെ 8ാം ഭാവത്തിലേക്കുള്ള മാറ്റവുമാണ് ഈ വർഷത്തെ പ്രധാന സവിശേഷതകൾ. ഈ വിഷുവിന് ശേഷം ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങളും പുതിയ അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം ആയിരിക്കാം. സ്വന്തം തീരുമാനങ്ങളിലും ജീവിത ദിശയിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ജോലിസ്ഥലത്ത് അനാവശ്യമായ സമ്മർദ്ദവും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്താലും അർഹമായ അംഗീകാരം ലഭിക്കാൻ വൈകിയേക്കാം. ജോലിയിൽ പെട്ടെന്നൊരു മാറ്റത്തിന് മുതിരുന്നത് ഈ വർഷം ഗുണകരമാവില്ല. 3ാം ഭാവത്തിലെ രാഹു നിങ്ങൾക്ക് അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും നൽകും. ആശയവിനിമയ രംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും ഇത് മികച്ച സമയമാണ്. ശനി തടസ്സങ്ങൾ വെക്കുമ്പോൾ രാഹു നിങ്ങളെ മുന്നോട്ട് നയിക്കും. വ്യാഴം 8ലേക്ക് മാറുന്നതോടെ തൊഴിൽ രംഗത്തെ രഹസ്യശസ്ത്രുക്കളെ സൂക്ഷിക്കണം. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. തൊഴിലിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ കൊണ്ടുവരാം. സാമ്പത്തികമായി 4 ശനി ഗൃഹനിർമ്മാണത്തിനോ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി അപ്രതീക്ഷിത ചെലവുകൾ വരുത്തും. 8 വ്യാഴം അപ്രതീക്ഷിതമായി വരാനിരിക്കുന്ന പണം, ഇൻഷുറൻസ് തുകകൾ അല്ലെങ്കിൽ പങ്കാളിയുടെ പണം എന്നിവ വഴി സാമ്പത്തിക നേട്ടം നൽകാം. എങ്കിലും വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ 2 വട്ടം ആലോചിക്കുക. പണം കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ വർഷം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബ ബന്ധങ്ങൾ: 4 ശനി കുടുംബത്തിൽ ചില ചെറിയ അസ്വസ്ഥതകളോ അമ്മയുടെ ആരോഗ്യത്തിൽ കുറവോ വരുത്താം. വീട്ടിൽ ശാന്തത നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ജൂൺ വരെ വ്യാഴം 7 നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. എന്നാൽ ജൂണിന് ശേഷം പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കണം. ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യം തോന്നും. പിതാവുമായോ പിതൃതുല്യരായവരോ ആയോ ഉള്ള ബന്ധത്തിൽ ചെറിയ അകലങ്ങൾ വരാം. ആരോഗ്യപരമായി നെഞ്ചു സംബന്ധമായ അസ്വസ്ഥതകൾ, അലർജി അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. കണ്ടകശനി മനസ്സിന് അല്പം ഭാരം നൽകിയേക്കാം. ഏകാന്തത ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പതിവായ പ്രാർത്ഥനകളും യോഗയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. കണ്ടകശനിയും അഷ്ടമവ്യാഴവും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ ആവശ്യപ്പെടുന്നു. ധനുക്കൂറുകാർക്ക് ഈ വർഷം ഒരു പരീക്ഷണ ഘട്ടമാണ് എങ്കിലും
രാഹുവിന്റെ അനുകൂല സാഹചര്യം നിങ്ങളെ സംരക്ഷിക്കും. വിവേകപൂർണമായ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. പുതിയ ശ്രമങ്ങളും സഹകരണങ്ങളും മുഖേന പുരോഗതി നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കാം. ധൈര്യത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ നേടാം. പരിഹാര കർമ്മങ്ങൾ: ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാടായി സമർപ്പിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുക. ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുന്നത് കണ്ടകശനി ദോഷം കുറയ്ക്കാൻ സഹായിക്കും. മകരം രാശി: ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. 2026 വിഷുഫലം വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആശ്വാസം 7 ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നതാണ്. പരീക്ഷണങ്ങളുടെ കാലം കഴിഞ്ഞ് നേട്ടങ്ങളുടെ കാലം തുടങ്ങാൻ പോകുന്നു. കഠിന പരിശ്രമങ്ങളിലൂടെ മുന്നേറ്റം നേടാൻ സാധ്യതയുണ്ട്. ശനി 3-ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ തൊഴിൽ രംഗത്തെ മരവിപ്പ് മാറും. ആത്മവിശ്വാസത്തോടെ പുതിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ സാധിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിച്ചു തുടങ്ങും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാകും. ജോലിയിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. കരിയറിൽ വലിയൊരു വഴിത്തിരിവ് ജൂണിന് ശേഷം പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ഉണ്ടാകാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. 2-ലെ രാഹുവും 8-ലെ കേതുവും കാരണം ജോലിസ്ഥലത്തെ സംസാരത്തിൽ നിയന്ത്രണം വേണം. മേലുദ്യോഗസ്ഥരുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ദീർഘദൂര യാത്രകൾക്ക് പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ ഈ വർഷം നല്ല ഫലം നൽകും. 2-ലെ രാഹു അപ്രതീക്ഷിത ധനലാഭത്തിന് കാരണമാകും. എന്നാൽ വന്ന പണം അതുപോലെ ചിലവാകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ടു പോകണം. ജൂണിന് ശേഷം വ്യാഴം 7-ൽ നിൽക്കുന്നതിനാൽ പങ്കാളി വഴി ധനലാഭം ഉണ്ടാകാം. കുടുംബസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വർഷത്തിന്റെ 2-ാം പകുതി അതീവ ശുഭകരമാണ്. കുടുംബ ബന്ധങ്ങൾ: ജൂണിന് ശേഷം വ്യാഴം 7-ാം ഭാവത്തിൽ എത്തുന്നതോടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പിണക്കങ്ങളും മാറി സ്നേഹം വർദ്ധിക്കും. അവിവാഹിതർക്ക് വിവാഹാലോചനകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. 2-ലെ രാഹു കുടുംബത്തിൽ ചെറിയ സംസാര വിഷയങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ശനി 3-ൽ നിൽക്കുന്നത് സഹോദരങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കാൻ സഹായിക്കും. ബന്ധുക്കളുമായുള്ള ഇടപാടുകളിൽ സുതാര്യത ഉറപ്പിക്കുക. ആരോഗ്യപരമായി 7-ര ശനിയുടെ അവസാന കാലമായതിനാൽ ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഗണ്യമായി കുറയും. എങ്കിലും 8-ലെ കേതു കാരണം മൂത്ര സംബന്ധമായോ ഉദര സംബന്ധമായോ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. വർഷങ്ങളായി ലഭിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. കൂടുതൽ പ്രസരിപ്പും ഉന്മേഷവും ഈ വർഷം അനുഭവപ്പെടും. ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുക. മകരക്കൂറുകാർക്ക് 2026 ഒരു തിരിച്ചുവരവിന്റെ വർഷമാണ്. കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന കാലമാണിത്. ശരിയായ ശ്രമത്തോടെ മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ നേടാൻ കഴിയും. പരിഹാര മാർഗങ്ങൾ: ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക. 7-ര ശനിയുടെ ദോഷശാന്തിക്കായി. രാഹുദോഷ പരിഹാരത്തിനായി നാഗരാജാവിന് 100-ഉം പാലും വഴിപാടായി നൽകുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് മംഗളകർമ്മങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കും. കുംഭം രാശി: അവിട്ടം 2-ാം പകുതി, ചതയം പൂരുരുട്ടാതി മുക്കാൽ. ഈ വിഷുവിന് ശേഷം കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില പ്രധാന മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കാം. സ്വന്തം തീരുമാനങ്ങളിലും ജീവിത ദിശയിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അതീവ ജാഗ്രതയും പക്വതയും ആവശ്യമായ ഒരു വർഷമാണിത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 5-ാം ഭാവത്തിലെ വ്യാഴം കാരണം സർഗാത്മകമായ ജോലികൾ ചെയ്യുന്നവർക്ക് നല്ല അവസരം ലഭിക്കും. 2-ാം ഭാവത്തിലെ ശനി ജോലിയിൽ സ്ഥിരത നൽകും. എങ്കിലും ദീർഘദൂര യാത്രകളിലൂടെയുള്ള ജോലികളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പുകമറയിൽ അകപ്പെട്ടതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പെട്ടെന്ന് ജോലി രാജിവെക്കാനോ പുതിയ ബിസിനസ്സുകളിൽ എടുത്തുചാടി പണം മുടക്കാനോ തോന്നും. എന്നാൽ ഈ വർഷം വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. സാമ്പത്തികമായ അച്ചടക്കം തൊഴിൽ രംഗത്ത് ആവശ്യമാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വ്യാഴം 6-ലേക്ക് മാറുന്നതോടെ തൊഴിൽ രംഗത്ത് മത്സരങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ശത്രുക്കളെ മറികടക്കാൻ സാധിക്കൂ. സാമ്പത്തികമായി ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധനം സമ്പാദിക്കാൻ കഴിയും.
എങ്കിലും കുടുംബപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ആവശ്യമാണ്. ഷെയർ മാർക്കറ്റ്, ചിട്ടി തുടങ്ങിയ റിസ്ക് ഉള്ള ഇടപാടുകളിൽ നിന്ന് ഈ വർഷം വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. ജൂൺ വരെ വ്യാഴം 5-ൽ നിൽക്കുന്നതിനാൽ പൂർവിക സ്വത്തുക്കളിൽ നിന്ന് ചെറിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധങ്ങളിൽ ആദ്യ പകുതി പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമാണ്. 7-ലെ കേതു ജീവിത പങ്കാളിയുമായി ചെറിയ അകൽച്ചയോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാക്കാം. പരസ്പര വിശ്വാസത്തിന് കോട്ടം തട്ടാതെ നോക്കണം. 2-ലെ ശനി കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ സംസാര വിഷയങ്ങൾ ഉണ്ടാക്കാം. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് സമാധാനം നിലനിർത്താൻ സഹായിക്കും. ജൂൺ വരെ വ്യാഴം 5-ൽ നിൽക്കുന്നത് കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടയാക്കും. ആരോഗ്യപരമായി ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ഉദരസംബന്ധമായ പ്രശ്നങ്ങളും കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ജന്മരാഹു മാനസികമായ ഉത്കണ്ഠ ഉണ്ടാക്കാം. ശാന്തതയും ആത്മനിയന്ത്രണവും ആവശ്യമാണ്. കൃത്യമായ വ്യായാമവും യോഗയും ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ആത്മീയമായ ചിന്തകൾ മനസ്സിനെ ശാന്തമാക്കും. കുംഭക്കൂറുകാർക്ക് ഈ വർഷം ഒരു പക്വതയുടെ കാലമാണ്. ഗ്രഹനില അല്പം കഠിനമാണെങ്കിലും ഈശ്വരവിശ്വാസത്തോടെ ക്ഷമയോടെയും നീങ്ങിയാൽ വലിയ പ്രതിസന്ധികൾ ഇല്ലാതെ മുന്നോട്ടു പോകാം. പരിഹാര കർമ്മങ്ങൾ: ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാടായി നൽകുക. രാഹുദോഷ ശമനത്തിനായി നാഗരാജാവിന് 100 പാലും സമർപ്പിക്കുക. ദിവസവും ശിവഭജനം നടത്തുന്നത് മനഃശക്തി വർദ്ധിപ്പിക്കും. മീനം രാശി. പൂരുരുട്ടാതിക്കാൽ, ഉത്രട്ടാതി, രേവതി. 2026 വിഷുഫലം വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ജന്മശനിയുടെ കഠിനമായ സ്വാധീനത്തെക്കുറിച്ചാണ്. എന്നാൽ ഈ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ 5-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ മാറ്റം നിങ്ങളെ സഹായിക്കും. ഈ വിഷുവിന് ശേഷം മീനം രാശിക്കാർക്ക് ജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും മാറ്റങ്ങളും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കാം. സ്വന്തം തീരുമാനങ്ങളിലും ജീവിത ദിശയിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ജന്മശനിയുടെ സ്വാധീനം കാരണം ജോലിയിൽ കൂടുതൽ സമ്മർദ്ദവും തടസ്സങ്ങളും ഉണ്ടാവാം. ക്ഷമയോടെയും സ്ഥിരതയോടെയും പ്രവർത്തിക്കുക. കഠിനാധ്വാനം ചെയ്താലും അർഹമായ അംഗീകാരം ലഭിക്കാൻ വൈകുന്നു എന്ന തോന്നൽ ഉണ്ടായേക്കാം. ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും അവരെ ബുദ്ധിപരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. തർക്കങ്ങളിൽ വിജയം വരിക്കാൻ കേതു സഹായിക്കും. ജൂണിന് ശേഷം വ്യാഴത്തിന്റെ 5-ാം ഭാവത്തിലെ സ്ഥിതി തൊഴിലിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരും. തൊഴിൽ മേഖലയിൽ സ്ഥിരത ലഭിക്കാൻ സാധ്യതയുണ്ട്. കല, സാഹിത്യം, ഡിജിറ്റൽ മീഡിയ എന്നീ രംഗത്തുള്ളവർക്ക് വലിയ പുരോഗതിയും പ്രശസ്തിയും ലഭിക്കും. സാമ്പത്തികമായി ജന്മശനിയുടെ സ്വാധീനം കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ആശുപത്രി ചിലവുകൾക്കോ യാത്രകൾക്കായുള്ള പണമൊഴുക്കോ നിയന്ത്രിക്കേണ്ടി വരും. ജൂണിന് ശേഷം വ്യാഴം 5-ൽ എത്തുന്നതോടെ സാമ്പത്തികമായ ഭാഗ്യം വർദ്ധിക്കും. മുടങ്ങിപ്പോയ പണം തിരികെ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുക. വീട് പണി പൂർത്തിയാക്കാൻ ഈ വർഷം സാധിക്കും. കുടുംബ ബന്ധങ്ങൾ: 5-ാം ഭാവത്തിലെ വ്യാഴം സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും വലിയ പുരോഗതി ഈ വർഷം പ്രതീക്ഷിക്കാം. ജന്മശനി കുടുംബത്തിൽ ചെറിയ വിരക്തിയോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാക്കാം. എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതിനാൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ വഴിയൊരുക്കും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് കടക്കാൻ ജൂണിന് ശേഷമുള്ള സമയം അതീവ ശുഭകരമാണ്. ആരോഗ്യപരമായി ജന്മശനി കാരണം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. കാലുകൾക്കും മുട്ടുകൾക്കും സംബന്ധിച്ച വേദനകൾ ശ്രദ്ധിക്കണം. 12-ലെ രാഹു ഉറക്കക്കുറവിനോ മാനസികമായ ഉത്കണ്ഠയ്ക്കോ കാരണമായേക്കാം. അലസത ഒഴിവാക്കുകയും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വേണം. യോഗ, ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് മനസ്സിന് വല്ലാത്തൊരു ശാന്തത നൽകും. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യം തോന്നും. മീനക്കൂറുകാർക്ക് ജന്മശനി മൂലം കഠിനമായ അനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും 5-ലെ വ്യാഴം ഒരു ദൈവിക സംരക്ഷണം പോലെ കൂടെ ഉണ്ടാകും. ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങുക. പരിഹാര മാർഗങ്ങൾ: ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. രാഹുദോഷ പരിഹാരത്തിനായി നാഗരാജാവിന് 100 പാലും നൽകുക. എല്ലാവർക്കും സമൃദ്ധിയുടെ ഒരു വിഷു ആശംസിക്കുന്നു.